താലി, രചനാ സംഭാഷണം രുദ്രപ്രിയ. ജയൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് ജയ. ചെറിയൊരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ജയൻ്റെ ഭാര്യ മരിച്ചപ്പോൾ കുഞ്ഞിനെ തനിക്ക് തന്നിട്ട് പോയി. പക്ഷേ ദേവിക്ക് രണ്ടുപേരെയും നഷ്ടമായി. അങ്ങനെയുള്ളപ്പോൾ വേദന കൂടുതലും ദേവിക്കാണ്. തനിക്ക് ആശ്വസിക്കുന്നതിനായി കുഞ്ഞെങ്കിലുമുണ്ട്. പക്ഷേ ദേവിക്ക് ആരുമില്ല, കുറേ ഓർമ്മകൾ മാത്രം. ഞാൻ ഉൾപ്പെടെയുള്ളവർ അവളുടെ ജീവിതം കണ്ട് സന്തോഷിച്ചിട്ടുണ്ട്. സിദ്ധു, എനിക്ക് അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ദേവിയെ എനിക്ക് എത്ര കണ്ട് സ്നേഹിക്കാൻ കഴിയുമെന്നറിയില്ല. എങ്കിലും ഞാനതിന് ശ്രമിക്കാം. ഇനിയൊന്നും എനിക്കതിന് കഴിയുമോ എന്നറിയില്ല. എൻ്റെ കുഞ്ഞിന് ദേവിയാണ് അമ്മയുടെ സ്ഥാനത്ത്. ദേവിക്കും ഇപ്പോൾ മോൾ ആശ്വാസമാണ്. എനിക്ക് ദേവിയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ സിദ്ധു? നിങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്കും തോന്നുന്നു. ഞാനതിന് സാഹചര്യം ഉണ്ടാക്കിത്തരാം. അന്ന് സിദ്ധു വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. രമ്യയും ദേവിയും ഉറങ്ങാതെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്താ ഏട്ടാ ഇത്രയും വൈകിയേ? 8 മണിക്ക് മുന്നെയെങ്കിലും വീട്ടിലെത്താൻ നോക്കണേ. സിദ്ധുവിനെ കണ്ടുകൊണ്ട് കണ്ണു നിറച്ച് പറയുന്നവളെ സിദ്ധു വാത്സല്യത്തോടെ നോക്കി. പണ്ടും ഇങ്ങനെയാണ് ദേവി. എനിക്ക് പേടിയാണ് ഏട്ടാ. എപ്പോഴും അവൻ്റെ നെഞ്ചോരം ചേർന്ന് നിന്നു. ആഹാ, അനിയത്തെ കിട്ടിയപ്പോൾ ഞാൻ വെളിയിലായോ? രമ്യ പരാതി പോലെ പറഞ്ഞു. സിദ്ധു വലത് കൈ നിവർത്തിപ്പിടിച്ചതും രമ്യയും അവൻ്റെ മാറിൽ ചേർന്നു. രണ്ടുപേരും അവൻ്റെ ചിറകിൽ ഒതുങ്ങി നിന്നു. ആഹാ, വന്നു കയറിയ ഉടനെ രണ്ടും കൂടി ആ ചെറുക്കൻ്റെ തോളി കയറിയോ? പോയി അവനെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്ക്. മാലതി അങ്ങോട്ട് വന്നപ്പോഴാണ് രണ്ടുപേരും സിദ്ധുവിൽ നിന്നും മാറി നിന്നത്. അവരുടെ മനസ്സ് നിറഞ്ഞു ആ കാഴ്ച കണ്ട്. എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണം എൻ്റെ മക്കൾ. സച്ചുവും കൂടി ഒരു പെണ്ണ് കൊണ്ടുവന്ന് കഴിഞ്ഞാലും നിങ്ങളുടെ ഈ സ്നേഹം എന്നും നിലനിൽക്കണം. അവൾക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല. അമ്മാവൻ നമ്മളെയാണ് ഏൽപ്പിച്ചിട്ട് പോയത്. കുഞ്ഞുനാളിലും ഇതുപോലെയായിരുന്നു. സച്ചുവും സിദ്ധുവും മതി അവൾക്ക്, മറ്റാരും വേണ്ട. വിവാഹം വരെ അതങ്ങനെ തന്നെ ആയിരുന്നു. വിവാഹം കഴിഞ്ഞ് പോയതിൽ പിന്നെയാണ് എൻ്റെ കുഞ്ഞിന് ആരുടെയും അടുത്ത് വരാൻ പറ്റാത്തത്. അതൊക്കെ കഴിഞ്ഞില്ലേ അമ്മേ? പിന്നെന്തിനാ ഇനി അതൊക്കെ പറഞ്ഞ് അവളെ വിഷമിപ്പിക്കുന്നത്? നീ പോയി ചോറെടുത്ത് വയ്ക്ക്, ഞാനിതാ വരുന്നു. സിദ്ധു രമ്യയെ നോക്കി പറഞ്ഞു. ഞാൻ ഇവളോടല്പം സംസാരിക്കട്ടെ. മാലതിയും രമ്യയും അകത്തേക്ക് പോയപ്പോഴേക്കും സിദ്ധു ദേവിയെയും കൂട്ടി അരമതിലിൽ ചെന്നിരുന്നു. എന്താ ഏട്ടാ, എന്താ എന്നോട് പറയാനുള്ളത്? ജയന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ട് മോളെ. അവൻ ഇന്ന് എന്നോട് പറഞ്ഞു. ഒരു കണക്കിന് ആലോചിക്കുമ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. വേണ്ട ഏട്ടാ, എനിക്ക് പേടിയാണിപ്പോൾ ആരുടെ മുന്നിലും ചെന്ന് നിൽക്കാൻ. ദേവി ഒഴിഞ്ഞു മാറി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ദേവി? ഞാൻ സിദ്ധുവിന് വാക്കു കൊടുത്തു. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരസ്പരം സംസാരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ തമ്മിൽ സംസാരിച്ചൊരു തീരുമാനം അറിയിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അമ്മാമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്, അതെനിക്ക് നിറവേറ്റണം. എത്ര കാലം വേണമെങ്കിലും നിന്നെ എനിക്ക് ഇവിടെ താമസിപ്പിക്കാം. പക്ഷേ എനിക്കൊരു ജീവിതം ഉണ്ടാകണം മോളെ. നീ സന്തോഷത്തോടെ ഇരിക്കുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും കാണണം. ഏട്ടന് നീയൊരു ബാധ്യതയാണെന്നൊന്നും നീ ഒരിക്കലും വിചാരിക്കരുത്. ഇല്ല ഏട്ടാ, എനിക്കറിയാം ഏട്ടനും അമ്മായിയും ഒക്കെ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും സങ്കടം മാത്രമേ ഇതുവരെയും തരാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ വരാം ഏട്ടാ. എവിടെയാണെന്ന് വെച്ചാൽ ഏട്ടൻ പറഞ്ഞാൽ മതി. ശരി, ഞാൻ ജയനെ വിളിച്ച് സംസാരിച്ചിട്ട് നിന്നെ വിവരം അറിയിക്കാം. വൈകുന്നേരം ദേവി അമ്പലത്തിലേക്കായി ഒരുങ്ങി ഇറങ്ങി. ജയനും അമ്പലത്തിൽ വരാമെന്ന് സിദ്ധുവിനെ വിളിച്ചറിയിച്ചു. ദേവി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും മാലതിയും അമ്മയും ഒരുപോലെ പ്രാർത്ഥിച്ചു. അമ്പലത്തിലെത്തി ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ളതുപോലും ഇപ്പോൾ മറന്നുപോകും. മുൻപൊക്കെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ദേവേട്ടൻ്റെ പേരിലും മോൻ്റെ പേരിലും നടത്താത്ത വഴിപാടുകളോ അർച്ചനകളോ ഇല്ലായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും അവൾക്ക് കാരണം തേടുന്ന അവസ്ഥ. ഓരോ നടയിലും ചെന്ന് കൈകൂപ്പി നിന്നതല്ലാതെ ഒന്നും ദേവി ആവശ്യപ്പെട്ടില്ല. ശ്രീകോവിലിൽ വലം വെച്ച് ശാന്തിക്കാരൻ നൽകിയ തീർത്ഥവും ചന്ദനവും വാങ്ങി അവൾ പുറത്തേക്കിറങ്ങി. അരയാൽ ചുവട് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു അവളെയും കാത്തു നിൽക്കുന്ന ജയനെ. ആദ്യമൊന്ന് പകച്ചുവെങ്കിലും ജയൻ്റെ അടുത്തേക്ക് ചെന്നു. ഇപ്പോഴും എന്തോ മുഖത്തേക്ക് നോക്കാൻ ഭയമാണ്. നമുക്കല്പം മാറി നിന്ന് സംസാരിക്കാം. ജയൻ കാറിലായിരുന്നു വന്നിരുന്നത്. അവൻ ബാക്കിലെ ഡോറ് തുറന്നു കൊടുത്തു. ദേവി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിയിരുന്നു.
അമ്പലത്തിൽ വന്നുവെങ്കിലും നെറ്റിയിൽ ചന്ദനം പോലും ഇല്ലാതിരിക്കുന്ന ജയൻ അത് ശ്രദ്ധിച്ചു. അവളുടെ മുഖം കാണേ അവനും വല്ലാത്ത വേദന തോന്നി. വണ്ടി ബീച്ച് സൈഡിൽ ചെന്ന് നിന്നു. കാർ നിന്നതും ദേവി ഒന്ന് മുഖമുയർത്തി അവനെ നോക്കി. അവളൊന്നും അറിയുന്നില്ല ചുറ്റുപാടും നടക്കുന്നത്. ജയൻ ഇറങ്ങി ബാക്കിലെ ഡോറ് തുറന്നു കൊടുക്കുമ്പോഴാണ് വണ്ടി ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണെന്ന് പോലും ദേവി അറിയുന്നത്. ജയൻ മുന്നിലോട്ട് നടന്നതും ദേവി പിന്നാലെ പോയി. ബീച്ച് സൈഡിലെ ബെഞ്ചിൽ ജയൻ ഇരുന്നു. അല്പം മാറി ദേവിയും. കടലിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത ശ്വാസമുട്ടൽ തോന്നി. പണ്ട് ദേവേട്ടനോടൊപ്പം വരുമ്പോൾ കയ്യും പിടിച്ച് കടൽത്തിരയിലൂടെ ഒരുപാട് നടക്കുമായിരുന്നു. ദേവേട്ടൻ്റെ തോളിൽ തലചേർത്തിരിക്കാൻ ഒരുപാട് സന്തോഷമായിരുന്നു. വീണ്ടും പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് തിങ്ങി നിറഞ്ഞു വന്നപ്പോൾ എത്ര നിയന്ത്രിച്ചിട്ടും അവളുടെ കണ്ണ് നിറഞ്ഞു. നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് തന്നെയാണോ ദേവി സമ്മതം പറഞ്ഞത്? ജയൻ്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് എന്തു മറുപടി പറയണമെന്ന് ദേവി ആലോചിച്ചു. ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. മരണക്കിടക്കയിൽ പോലും ഞാൻ ഒറ്റയ്ക്കായി പോകരുതെന്ന് എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചു. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എനിക്ക് നിറവേറ്റി കൊടുക്കണം, ദേവി ആരോടെന്നില്ലാതെ പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള വിവാഹബന്ധം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ദേവി കരുതുന്നുണ്ടോ? ജയൻ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ദേവി എൻ്റെ മോളോട് കാണിക്കുന്ന സ്നേഹമോ? ജയൻ അത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആ ചോദ്യത്തിൽ ദേവി പിടഞ്ഞുപോയി. ഇന്ന് ഞാൻ ജീവിക്കുന്നത് തന്നെ അവൾക്ക് വേണ്ടിയാണ്. ഈ വിവാഹത്തിന് സമ്മതിച്ചതുപോലും അവളെ ഓർത്താണ്. അതിൽ കൂടുതലായി മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല. മാതുമോൾക്ക് അമ്മ വേണം, അത് മാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ. മറ്റൊന്നിനും ഒരിക്കലും എൻ്റെ മനസ്സിൽ സ്ഥാനമുണ്ടാകില്ല. ദേവി പറയുമ്പോൾ എൻ്റെ മനസ്സിലും ദേവി എന്നും മാതുമോളുടെ അമ്മ മാത്രമായിരിക്കും. പോകാൻ ദേവി. ദേവി എഴുന്നേറ്റ് കാറിലേക്ക് കയറി. തിരികെയുള്ള യാത്രയിൽ ഇരുവരും മൗനമായിരുന്നു. പക്ഷേ ജയന് എന്തൊക്കെയോ അവളോട് സംസാരിക്കണമെന്ന് അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ ദേവിക്ക് തോന്നി. ചിത്ര മരിച്ചതിൽ പിന്നെ ഞാനൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ദേവി. പക്ഷേ ഇപ്പോൾ എൻ്റെ മാതുമോൾക്ക് അമ്മ വേണം. ചിത്രയുടെ അനിയത്തി ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പേ തന്നെ എന്നെ എവിടെയോ വച്ച് കണ്ടിട്ടുണ്ടെന്നും എന്നോട് സ്നേഹമായിരുന്നുവെന്നും ഇപ്പോൾ പറയുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യമല്ല. എനിക്ക് അവളെ അനിയത്തിയായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും അവൾക്ക് എൻ്റെ മാതുമോളുടെ അമ്മയാകാൻ കഴിയില്ല. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ മാതുമോൾക്ക് വേണ്ടിയാണ്. അങ്ങനെയുള്ള നമ്മൾ തമ്മിൽ ഒന്നിച്ചുകൂടെ എന്നാണ് എല്ലാവരും കരുതുന്നത്. അതുപോലെ തന്നെ നമുക്ക് ജീവിച്ചുകൂടെ ദേവി? എനിക്ക് തന്നെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് പോലും അറിയില്ല. പക്ഷേ വാക്ക് തരാൻ ഞാൻ ഒരിക്കലും ഞാൻ കാരണം തൻ്റെ കണ്ണ് നിറയാൻ ഇടയാകില്ല. ആ വാക്കുകൾ ദേവിക്ക് ആശ്വാസം തന്നെയായിരുന്നു. വിവാഹം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് മതി എന്നുള്ളത് എല്ലാവരുടെയും തീരുമാനമായിരുന്നു. ദേവി അത് കട്ടായം പറയുകയും ചെയ്തു. വിവാഹമെന്ന് പറഞ്ഞ് അവൾ പുത്തൻ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ഒന്നും എടുത്തണിഞ്ഞില്ല. അങ്ങനെയുള്ള ചടങ്ങുകൾക്കൊന്നും അവളെ നിർബന്ധിക്കരുതെന്ന് അവൾ ആദ്യമേ എല്ലാവരോടും പറഞ്ഞിരുന്നു. ചടങ്ങിനായി ഇരുവരുടെയും ജാതകങ്ങൾ തമ്മിൽ ഒത്തുനോക്കി. പൊരുത്തങ്ങളെല്ലാം ഉത്തമമായിരുന്നു. അങ്ങനെ വിവാഹത്തിനുള്ള ഡേറ്റ് എടുത്തു. ഡേറ്റ് കൂടി അറിഞ്ഞപ്പോൾ ദേവിക്ക് സമനില തെറ്റുന്നത് പോലെ തോന്നി. അവിടെ നിൽക്കാൻ അവൾക്ക് പ്രയാസം തോന്നിയതുകൊണ്ട് തന്നെ സിദ്ധുവിനോട് പറഞ്ഞ് താമസം കുറച്ച് ദിവസത്തേക്ക് ഭവാനി അമ്മയുടെ വീട്ടിലാക്കി. അവൻ അവിടെ വരുന്നത് ഭവാനിയമ്മയ്ക്ക് എന്തുകൊണ്ട് സന്തോഷമായിരുന്നു. വൈകുന്നേരം ഭവാനിയമ്മയും ദേവിയും തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോഴാണ് എന്തായാലും മോൾക്കൊരു കൂട്ടാവശ്യമാണ്, അതല്പം നേരത്തെ ആവുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. ആ കുഞ്ഞിനെ നീ അവളുടെ സ്വന്തം അമ്മയാണ്. നിനക്കും അവളെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. കാലം മായ്ക്കാത്ത മുറിവുകളൊന്നുമില്ല ദേവി. നാളൊരു സമയം നിനക്ക് കൂട്ടുവേണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ ഞങ്ങൾ ആരും ഉണ്ടാകില്ല മുന്നിൽ നിന്നും നടത്തിത്തരാൻ. അതുകൊണ്ട് ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ വിവാഹം കാണണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അത് നടന്നു. അമ്മേ, എൻ്റെ ദേവേട്ടൻ എന്നെ ശപിക്കുന്നുണ്ടായിരിക്കുമോ ഇപ്പോൾ? ഒരിക്കലുമില്ല മോളെ. എൻ്റെ മോൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടുന്നത് ഇനിയായിരിക്കും. നിന്റെ വിവാഹം കഴിയുമ്പോൾ അവൻ്റെ പ്രിയപ്പെട്ടവൾ വേദനിക്കുന്നത് കണ്ട് ഗതി കിട്ടാതെ അലയുകയായിരിക്കും എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവ്. നിന്റെ തീരുമാനം ശരിയാണ്. സ്നേഹിച്ചിരുന്നെങ്കിൽ അവനെ ഓർത്ത് കണ്ണീർ വാർക്കാതെ നീ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കണം. അത് കാണുമ്പോൾ അവന് സന്തോഷമേ ഉണ്ടാകൂ.
വൈകുന്നേരം ഹരി വരുമ്പോഴും അവളെ കണ്ട് സന്തോഷിച്ചു. പഴയതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. രാത്രിയായപ്പോൾ അമ്മുവിൻ്റെ വിളി. ദേവി വന്നതുകൊണ്ട് 2 ദിവസം വീട്ടിൽ വന്ന് നിന്നോട്ടെ എന്ന്. ഭവാനിയമ്മ അതിന് ശരിക്ക് വഴക്കു പറഞ്ഞു. ദത്തനെയും അമ്മയെയും വിട്ട് ഇപ്പോൾ ഓടി വരേണ്ട ഒരാവശ്യവുമില്ല എന്ന്. അത് കേട്ടതും പെണ്ണ് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. എല്ലാം കേട്ടുകൊണ്ട് പിന്നിൽ നിൽക്കുകയായിരുന്നു ദത്തൻ അവളെ ശരിക്ക് കളിയാക്കി ചിരിച്ചു. അത് കണ്ട് അമ്മ അവൻ്റെ അടുത്തേക്ക് വന്നു. ഒരുപാട് ചിരിച്ചു മറിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ മോളെ മുത്തേ ചക്കര എന്ന് വിളിച്ച് അങ്ങോട്ട് വന്നേക്ക്. അത് പറഞ്ഞപ്പോഴേക്കും സ്വിച്ച് ഇട്ടതുപോലെ ദത്തൻ്റെ ചിരി നിന്നു. അമ്മ വെട്ടിത്തിരിഞ്ഞ് ഒന്നും പറയാതെ റൂമിലേക്ക് പോയി. അത് കണ്ടപ്പോൾ ചെക്കന് ചിരി വന്നു. രാവിലെ ദേവി പോകാനിറങ്ങുമ്പോൾ ഹരി അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. ദേവി വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഹരി ഓഫീസിൽ പോയി. ആരൊക്കെ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും ദേവി ആഭരണങ്ങൾ അണിയാനും പുത്തൻ വസ്ത്രങ്ങൾ ധരിക്കാനും സമ്മതിച്ചില്ല. ആകെ അവൾ സമ്മതം പറഞ്ഞത് ഭവാനിയമ്മ കൊടുത്ത കസവ് മുണ്ടിടാമെന്ന് മാത്രമാണ്. അമ്മാമ്മ ദേവിയുടെ കയ്യിൽ ഏൽപ്പിച്ച അമ്പൂട്ടന് വാങ്ങിയ കൊലുസ് നോക്കുമ്പോൾ ദേവിയുടെ നെഞ്ച് പിടഞ്ഞു പോയി. അവളത് ഭദ്രമായി അലമാരയിൽ വെച്ച് പൂട്ടി. വൈകുന്നേരം സിദ്ധുവും സച്ചുവും കൂടി വരുമ്പോൾ ഒരു ജുവൽ ബോക്സ് അവളുടെ കയ്യിൽ കൊടുത്തു. ഞാൻ പറഞ്ഞതല്ലേ ഏട്ടാ, വിവാഹം എന്ന് പറഞ്ഞ് ഞാൻ ഒരു തരി സ്വർണം പോലും അണിയില്ലെന്ന്. എന്നാലും അത് അങ്ങനെയാണോ മോളെ? എങ്ങനെ നിന്നെ വെറും കയ്യോടും കരുത്തോടും കൂടി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത്? ജയൻ്റെ അമ്മ ഒന്നും ചോദിച്ചില്ല. പക്ഷേ എങ്കിലും അതല്ലല്ലോ. 40 പവൻ്റെ സ്വർണം നിൻ്റെ ലോക്കറിൽ ഇരിപ്പുണ്ട്. നീ അതൊന്നും ഇടില്ലെന്ന് ഇങ്ങനെ ചടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഏട്ടനും സച്ചുവേട്ടനും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവർക്കുള്ള അവരുടെ അപ്പച്ചിയുടെ സമ്മാനമാണ് അതൊക്കെ. ഞങ്ങളുടെ മക്കൾക്ക് ഒരു സമ്മാനവും വേണ്ട. നീ തന്നെയാണ് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. നിൻ്റെ സ്നേഹം മാത്രം മതിയടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്. നീ ഈ ബോക്സ് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. ഞാനും സച്ചുവും കൂടി നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇതിടില്ലെന്ന് മാത്രം മോള് പറയരുത്. അത്രയേറെ ഞങ്ങൾ ആഗ്രഹിച്ച് വാങ്ങിയതാണ്. പണ്ട് ഇതില്ലാതെ നിന്നെ കണ്ടിട്ടില്ല. ബോക്സ് തുറന്നു നോക്കിയതും സ്വർണ്ണ പാദസരം. കയ്യിലെടുത്ത് നോക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ പൊട്ടിയൊഴുകി. ദേവേട്ടൻ ഒരുപാട് ഇഷ്ടമായിരുന്നു തൻ്റെ കാലിൽ പാദസരം പറ്റിച്ചേർന്ന് കിടക്കുന്നത് കാണാൻ. അതുകൊണ്ട് തന്നെയാണ് ആ കൊലുസുകളും ഊരി ലോക്കറിൽ വെച്ചത്. പക്ഷേ ചേട്ടന്മാർ ഇത്രയും ആഗ്രഹിച്ച് നിർബന്ധിച്ചു കൊണ്ടുവന്ന് കയ്യിൽ തരുമ്പോൾ ഇടാതിരിക്കുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അവളത് വാങ്ങി അവരുടെ അടുത്തേക്ക് വന്നതും 2 പേരും കൂടി അവളെ ചേർത്ത് പിടിച്ചു. മാലതി അപ്പച്ചി 2 വള കൊണ്ടുവന്ന് അവളുടെ കയ്യിലിട്ട് കൊടുത്തു. അപ്പച്ചിക്ക് തരാൻ ഇത് മാത്രമേ ഉള്ളൂ. ഇത് വേണ്ടെന്ന് മോള് പറയരുത്. ഇത് മാത്രം മതി. പൊന്നായി എൻ്റെ കുട്ടിക്ക്. മാതുമോൾക്ക് വിവാഹത്തിനിടാനുള്ള ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലായിരുന്നു ജയനും മഹേശ്വരി അമ്മയും. മകൻ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ അമ്മയ്ക്ക് സ്വർഗം കിട്ടിയതുപോലെ ആയിരുന്നു. എന്തൊക്കെ വാങ്ങിയിട്ടും എടുത്തിട്ടും അവർക്ക് മതി വരുന്നുണ്ടായിരുന്നില്ല. ഇനിയുമുണ്ട് ഏകദേശം 2 ആഴ്ചയെങ്കിലും. ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങി. കുഞ്ഞിനുള്ള ഡ്രസ്സും എടുത്ത് തിരികെ വരുമ്പോഴാണ് വീട്ടിൽ പ്രതീക്ഷിക്കാത്ത അതിഥികളെ കണ്ടത്. അതുവരെ മഹേശ്വരി അമ്മയുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം പെട്ടെന്ന് പോയി മറഞ്ഞു.